السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا مولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة ولا حول ولا قوة إلا بالله العلي العظيم. ബഹുമാനരായ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, പരിശുദ്ധ ഖുർആനിലെ 263 പേജാണ് ഇന്ന് റൈഹാൻ ഖുർആൻ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. അല്ലാഹു തആല നമ്മുടെ ഈ സംഗമം സ്വാലിഹായ അമലായി ഖബൂൽ ചെയ്യട്ടെ. നമ്മൾ ദുആ ചെയ്യാൻ കടപ്പെട്ട എല്ലാ ആളുകൾക്കും, പ്രത്യേകിച്ച് നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, മുഫസ്സിരീങ്ങൾ, പണ്ഡിതന്മാർ, നമ്മൾ ദുആ ചെയ്യാൻ കടപ്പെട്ട ആളുകൾ, വസിയത്ത് ചെയ്ത ആളുകൾ, ഈ ക്ലാസ് എടുക്കാൻ നമ്മൾ റെഫർ ചെയ്യുന്ന മുഫസ്സിരീങ്ങൾ, ഈ ക്ലാസ് കേൾക്കുന്നവർ, പിന്നീട് റെഫർ ചെയ്യുന്നവർ, അള്ളാഹു എല്ലാവർക്കും രണ്ട് ലോകത്തും ഖൈർ പ്രദാനം ചെയ്യണേ തമ്പുരാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മളാദ്യമായി 263 പേജിന്റെ പാരായണമാണ് നിർവഹിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലഖദ് ജഅൽനാ ഫിസ് സമാഇ ബുറൂജൻ വസയ്യനാഹാ ലിന്നാദിരീൻ വഹഫിൾനാഹാ മിൻ കുല്ലി ശൈത്വാനിർ റജീം إلا من استرق السمع فأتبعه شهاب مبين والأرض مددناها وألقينا فيها رواسي وأنبتنا فيها من كل شيء موزون وجعلنا لكم فيها معايش ومن لستم له برازقين وإن من شيء إلا عندنا خزائنه وما ننزله إلا بقدر معلوم وأرسلنا الرياح لواقح فأنزلنا من السماء ماء فأسقيناكموه وما أنتم له بخازنين وإنا لنحن نحيي ونميت ونحن الوارثون ولقد علمنا المستقدمين منكم ولقد علمنا المستأخرين وإن ربك هو يحشرهم إنه حكيم عليم ولقد خلقنا الإنسان من صلصال من حمأ مسنون والجان خلقناه من قبل من نار السموم وإذ قال ربك للملائكة إني خالق بشرا من صلصال من حمأ مسنون فإذا سويته ونفخت فيه من روحي فقعوا له ساجدين فسجد الملائكة كلهم أجمعون إلا إبليس أبى أن يكون مع الساجدين صدق الله العلي العظيم. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹിജ്റിലെ 16 മുതൽ 31 വരെയുള്ള 16 ആയത്തുകളാണ് നമ്മൾ ഓതിവെച്ചത്. അതായത് 14ാമത്തെ ജുസ്ഇൽ 263 പേജ്. നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. സത്യനിഷേധികൾ എന്തൊക്കെ പറഞ്ഞു നടന്നാലും, നിഷേധം തുടർന്നാലും, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിൻ്റെ ദൂതനും വിശുദ്ധ ഖുർആൻ അവൻ്റെ വാക്യങ്ങളുമാണെന്ന് സമർത്ഥിച്ചതാണ് കഴിഞ്ഞ പേജിലെ ആയത്തുകളിൽ നമ്മൾ കണ്ടത്. പ്രവാചകന്മാരോടുള്ള നിഷേധികളുടെ സമീപനം എല്ലാ കാലത്തും ധിക്കാരപരമായിരുന്നു. എന്തു ദൃഷ്ടാന്തങ്ങൾ കണ്ടാലും അവർ അംഗീകരിക്കില്ല. മാത്രമല്ല, കാണുന്നതൊക്കെ സിഹ്റും മാരണവുമാണെന്ന് പറഞ്ഞ് തടി തപ്പുകയാണ് അവർ ചെയ്യുക. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഇനി പറയുന്നത് അള്ളാഹുവിൻ്റെ മഹത്വത്തെക്കുറിച്ചാണ്. അവൻ്റെ സൃഷ്ടി വൈഭവം മനസ്സിലാക്കി തരുന്ന ചില ദൃഷ്ടാന്തങ്ങളും അവൻ നൽകിക്കൊണ്ടിരിക്കുന്ന മഹത്തായ അനുഗ്രഹങ്ങളുടെ ചില ഉദാഹരണങ്ങളുമാണ് പറയുന്നത്. 14 ദൃഷ്ടാന്തങ്ങളാണ് 16 മുതൽ 27 വരെയുള്ള ആയത്തുകളിൽ പറയുന്നത്. അള്ളാഹുവിൻ്റെ അസ്തിത്വവും അള്ളാഹുവിൻ്റെ അദൃശ്യമായ ശക്തിയും മനസ്സിലാക്കാൻ കഴിയുന്ന 14 ദൃഷ്ടാന്തങ്ങൾ. ആകാശത്തിൽ ഭ്രമണപഥങ്ങളുണ്ട് എന്നാണ് ഒന്നാമത്തെ കാര്യമായി പറയുന്നത്. ഈ പ്രപഞ്ചത്തിലുള്ള കോടാനുകോടി മഹാനക്ഷത്രങ്ങൾക്കും അതിനൊക്കെ പ്രത്യേകം സഞ്ചരിക്കാൻ കഴിയുന്ന മാർഗങ്ങൾ, ഭ്രമണപഥങ്ങൾ അല്ലാഹു തആല ഉണ്ടാക്കിയിട്ടുണ്ട്, സൃഷ്ടിച്ചിട്ടുണ്ട്. അവയെല്ലാം ആ ഭ്രമണപഥങ്ങളിലൂടെ വ്യവസ്ഥാപിതമായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം കാഴ്ചക്കാർക്ക് അതിനെയെല്ലാം നല്ലൊരു ദീപാലങ്കാരമായി, മേലക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ദീപാലങ്കാരമായിക്കുകയും അല്ലാഹു തആല ചെയ്തിരിക്കുന്നു. നോക്കൂ 16ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലഖദ് ജഅൽനാ ഫിസ് സമാഇ ബുറൂജൻ വസയ്യനാഹാ ലിന്നാദിരീൻ. വലഖദ് ജഅൽനാ ഫിസ് സമാഇ ബുറൂജൻ, ആകാശത്ത് നാം നക്ഷത്രമണ്ഡലങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നു. വലഖദ് ജഅൽനാ, തീർച്ചയായും നാം സംവിധാനിച്ചിരിക്കുന്നു, ഫിസ് സമാഇ, ആകാശത്ത്,
ബുറൂജൻ ഭ്രമണപഥങ്ങൾ അല്ലെങ്കിൽ നക്ഷത്രമണ്ഡലങ്ങൾ. വസയ്യന്നാഹ നാം അതിനെ കൗതുകകരമാക്കുകയും ചെയ്തിരിക്കുന്നു, അലങ്കാരമാക്കുകയും ചെയ്തിരിക്കുന്നു. ആർക്ക്? ലിന്നാദരീന നിരീക്ഷിക്കുന്നവർക്ക്, നോക്കിക്കാണുന്ന ആളുകൾക്ക്, നാദരീങ്ങൾക്ക്, നോക്കുന്നവർക്ക് അതിങ്ങനെ കണ്ടാൽ ഭയങ്കര അലങ്കാരം, ഭയങ്കര ഭംഗി അല്ലേ. ബുർജ് എന്നതിൻ്റെ ബഹുവചനമാണ് ബുറൂജ്. ശരിക്കും അർത്ഥം കൊത്തളം, അതേപോലെ ഉന്നതമായ മാളിക, ഇതൊക്കെയാണ് ഭാഷാർത്ഥം. നക്ഷത്രങ്ങളുടെ അല്ലെങ്കിൽ ഗ്രഹങ്ങളുടെ സഞ്ചാര പഥങ്ങൾക്ക്, ഭ്രമണപഥങ്ങൾക്ക് ഈ വാക്ക് ഉപയോഗിക്കാറുണ്ട്. അതാണ് ഇവിടെ ഉദ്ദേശം. ബുറൂജ് എന്ന പേരിൽ ഒരു സൂറത്ത് തന്നെയുണ്ട് പരിശുദ്ധ ഖുർആനിൽ, 85-ാം അധ്യായം. ഭ്രമണപഥങ്ങളുള്ള ആകാശം തന്നെ സത്യം, വസ്സമാഇദാത്തിൽ ബുറൂജ് എന്ന് പറഞ്ഞാണ് ആ സൂറത്ത് തുടങ്ങുന്നത്. ആകാശത്ത് ഭ്രമണപഥങ്ങൾ സൃഷ്ടിച്ചവൻ അനുഗ്രഹീതനാണ് എന്ന് സൂറത്തുൽ ഫുർഖാൻ 61-ലും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഈ 16-ാം ആയത്തിൽ ബുറൂജിന് നക്ഷത്രങ്ങൾ എന്ന് അർത്ഥം പറഞ്ഞ ആളുകളും ഉണ്ട്. ആകട്ടെ, ഏതായാലും വിശുദ്ധ ഖുർആന്റെ ഈ ഒരൊറ്റ ചെറിയ ആയത്ത് വളരെ ശ്രദ്ധേയമാണ്. നിശ്ചയം നാം ഭ്രമണപഥങ്ങൾ സൃഷ്ടിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. എത്ര ഭ്രമണപഥങ്ങളാണ് ഉള്ളത്? ആ ഭ്രമണപഥങ്ങളുടെ നീളവും വീതിയും ഒക്കെ എത്രയാണ്? എങ്ങനെയാണ് അതിൻ്റെ രീതികൾ, സ്വഭാവം? ഈ ചോദ്യങ്ങൾക്കൊന്നും ആധുനിക സയൻസിന് മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല. പൂർണ്ണമായി കഴിയില്ല. കാരണം അറിഞ്ഞിടത്തോളമുള്ള നക്ഷത്രങ്ങളുടെ വിവരങ്ങൾ തന്നെ മനുഷ്യനെ അമ്പരപ്പിക്കുന്നതാണ്. പിന്നെയല്ലേ അതിൻ്റെയൊക്കെ ഭ്രമണപഥങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ. നമ്മുടെ ഭൂമിയെപ്പറ്റി ഈ സയൻസ് പറയുന്നത് നോക്കൂ. ഉപരിതല വിസ്തീർണം, പിന്നെ അതേപോലെ അതിൽ കരഭാഗം ഇത്ര, ജലപ്പരപ്പ് ഇത്ര, ഉപയോഗിക്കാൻ പറ്റുന്ന ഭാഗങ്ങൾ ഇത്ര, ഭൂമധ്യരേഖയിൽ അതിന് വ്യാസം ഇത്ര, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഭൂമിയുടെ കണക്ക് കൃത്യമായി നമുക്ക് കിട്ടും. എന്നാൽ ഈ ഭൂമിയും പ്രപഞ്ചവുമായുള്ള അനുപാതം നിങ്ങൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? ഭൂമി ഒരു നക്ഷത്രമല്ല, സൂര്യൻ്റെ ഒരു ഗ്രഹം മാത്രമാണ്. ബുധന്, ശുക്രന്, പ്ലൂട്ടോ, ചൊവ്വ, ശനി, വ്യാഴം, യുറാനസ്, നെപ്റ്റ്യൂൺ ഇങ്ങനത്തെ വേറെയും കുറേ ഈ അടുത്ത കാലത്ത് കണ്ടെത്തിയ ഗ്രഹങ്ങളടക്കം വേറെയും ഒരുപാട് ഗ്രഹങ്ങൾ സൂര്യന് വേറെയും ഉണ്ട്. ഭൂമിക്ക് പുറമെ വേറെയും ഗ്രഹങ്ങളുണ്ട്. ഈ ഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ നമ്മൾ അവസാനം പറഞ്ഞ 3 ഭൂമിയേക്കാൾ അനേകം ഇരട്ടി വ്യാസവുമുണ്ട്. മിക്ക ഗ്രഹങ്ങൾക്കുമായി 50ഓളം ഉപഗ്രഹങ്ങളുമുണ്ട്. ചിഹ്നഗ്രഹങ്ങളും ധൂമകേതുക്കളും വേറെയുമുണ്ട്. ഇതൊക്കെ കൂടി ഒരു കുടുംബമാണ് നമ്മൾ പറയുന്ന സോളാർ സിസ്റ്റം, സൗരയൂഥം. അതിലെ ചെറിയൊരു ഭാഗമാണ് നമ്മുടെ ഭൂമി. ഇതെല്ലാം കൂടിയതൊരു സൗരയൂഥം. ഈ സൗരയൂഥമാണോ പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ? അല്ല. ഈ സൗരയൂഥം ഈ പ്രപഞ്ചത്തിലൊരു മണൽത്തരി മാത്രമാണ്, അത്രേ ഉള്ളൂ. മിൽക്കി വേ ഗാലക്സി, ക്ഷീരപഥ നക്ഷത്രവ്യൂഹം, ആ മിൽക്കി വേ ഗാലക്സിയിലെ ചെറിയൊരു കൊച്ചു കൂര മാത്രമാണ് നമ്മുടെ സോളാർ സിസ്റ്റം. 10,000 കോടിയിലധികം നക്ഷത്രങ്ങൾ വേറെയുമുണ്ട് ഈ ഗാലക്സിയിൽ എന്നാണ്. ആ നക്ഷത്രങ്ങൾ മിക്കതും സൂര്യനേക്കാൾ വലുതുമാണ്. ശരി, എന്നിപ്പോൾ ഈ മിൽക്കി വേ എന്ന ഗാലക്സിയാണോ പ്രപഞ്ചം? അല്ല, ഒരിക്കലും അല്ല. 1,00,000 പ്രകാശവർഷം വ്യാസമുള്ള ഈ മഹാപ്രപഞ്ചത്തിലെ ഒരു ചെറിയ കണികയാണ് നമ്മുടെ ഈ മിൽക്കി വേ. ഈ മിൽക്കി വേ പോലെയുള്ള 10,000 കോടി ഗാലക്സികൾ, നക്ഷത്രവ്യൂഹങ്ങൾ പ്രപഞ്ചത്തിൽ വേറെയുണ്ട് എന്ന് ആധുനിക ശാസ്ത്രം പറയുന്നു. മഹാസമുദ്രങ്ങളിൽ ദ്വീപുകൾ വിതറപ്പെട്ട പോലെ അനന്തവിസ്തൃതമായ പ്രപഞ്ചത്തിൽ അതങ്ങനെ വിതറപ്പെട്ടിരിക്കുകയാണ്. ചുരുക്കത്തിൽ ഈ പ്രപഞ്ചത്തിൽ എത്ര നക്ഷത്രങ്ങളുണ്ടെന്നോ അതിനെത്ര ഉപഗ്രഹങ്ങളും ഗ്രഹങ്ങളൊക്കെ ഉണ്ടെന്നോ അനുമാനിക്കാൻ പോലും കഴിയില്ല മനുഷ്യൻ. ഇത്രയും വലിയ മഹാപ്രപഞ്ചം അവ്യവസ്ഥാപിതമാണോ? അല്ല. എല്ലാം കറങ്ങുന്നുണ്ട്, സഞ്ചരിക്കുന്നുണ്ട് എന്നതുകൊണ്ട് അവതാളത്തിലാകുന്നുണ്ടോ? ആകെക്കൂടെ കുത്തഴിഞ്ഞ രൂപത്തിലാകുന്നുണ്ടോ? ഒരിക്കലുമില്ല. ഇത്രയും സംഗതികൾ പ്രപഞ്ചത്തിലുണ്ടെന്ന് വെച്ചിട്ട് ഇങ്ങനെ കാണുന്ന ആളുകൾക്ക് എന്തൊക്കെയോ ആയി തോന്നുന്നുണ്ടോ? ഇല്ല. കാണുന്ന ആളുകൾക്ക് മനോഹരമാണ്, കാഴ്ചക്കാരൻ വളരെ സുന്ദരമാണ്, അലങ്കൃതമാണ്. ഇരുണ്ട രാത്രിയിൽ ആകാശത്തേക്ക് നോക്കുന്ന ഒരാൾക്ക് എന്തൊരു സുന്ദരമായ കാഴ്ചയാണ്, മാഷാ അല്ലാഹ്. നയനാനന്ദരമായ അനുഭവമാണ് അനുഭവപ്പെടുന്നത്. അതാണ് ആ കാര്യം അല്ലാഹു പ്രത്യേകം എടുത്ത് പറഞ്ഞിരിക്കുന്നത്. ബില്യൺ കൊണ്ടും ബില്യാർഡ് കൊണ്ടും മാത്രം എണ്ണാൻ കഴിയുന്ന നക്ഷത്രങ്ങൾ ഈ പ്രപഞ്ചത്തിൽ അരഞ്ഞു തിരിയുകയല്ല. ഖുർആന്റെ വാക്കുകളിൽ ഓരോന്നും അതിൻ്റെ ഭ്രമണപഥത്തിൽ നീന്തി തുടിക്കുകയാണ്. കുല്ലും ഫീ ഫലകിൻ യസ്ബഹൂൻ, 21-ാം അധ്യായം 33-ാം ആയത്ത്. വകുല്ലും ഫീ ഫലകിൻ യസ്ബഹൂൻ, 36-ാം അധ്യായം 40-ാം യാസീൻ. അല്ലേ? തൻ്റെ ആജ്ഞാനവർത്തികളായി നക്ഷത്രങ്ങളെയും അവൻ സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് 7-ാം അധ്യായം 54-ൽ പറയുന്നുണ്ട്. വശംസ വൽ ഖമറ വൻ നുജുമ മുസഖ്ഖറാത്തിൻ ബിഅംരി.
22-ാം അധ്യായം 18-ാം ആയത്തിൽ നക്ഷത്രങ്ങളും മറ്റുമൊക്കെ അള്ളാഹുവിന് സാഷ്ടാംഗം പ്രണമിക്കുന്നതും താങ്കൾ കാണുന്നില്ല എന്ന് ചോദിക്കുന്നുണ്ട്. അലം തറ അന്നല്ലാഹ യസ്ജുദു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർളി വശംസു വൽ ഖമറു വൻ നുജൂം വൽ ജിബാലു വശജറു വദ്ദവാബു വകസീറുൻ മിനന്നാസ്. ഇതൊക്കെ അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്നതാണ്. ബുദ്ധിജീവിയാണെന്ന് അഹങ്കരിക്കുന്ന മനുഷ്യന് അള്ളാഹു തആല സൃഷ്ടിച്ച കോടാനക്കോടി നക്ഷത്രങ്ങളിൽ ഒന്നായ സൂര്യൻ്റെ ഒരു ഗ്രഹത്തെക്കുറിച്ച് പോലും, സൂര്യൻ്റെ ഒരു ഗ്രഹമായ ഭൂമിയെക്കുറിച്ച് പോലും വ്യക്തമായ പൂർണ്ണമായ അറിവില്ല എങ്കിൽ പിന്നെ ബാക്കിയുള്ളത് എങ്ങനെ അറിയാം? ആ നക്ഷത്രങ്ങളിൽ ഒന്നിൻ്റെയെങ്കിലും ഭ്രമണപഥത്തെക്കുറിച്ച് കൃത്യമായി പറയാനറിയില്ല എങ്കിൽ പിന്നെ ചെയ്യേണ്ടത് എന്താ? ആ മഹാശക്തിയുടെ മുമ്പിൽ തലകുനിച്ച് വിധേയത്വം കാട്ടി അള്ളാഹുവിനെ അംഗീകരിക്കുകയല്ലാതെ വേറെന്താ ചെയ്യുക? വേറെ മനുഷ്യന് എന്തിനാ കഴിയുക? അടുത്താഴ്ച നോക്കാം 17-18 ആയത്തിൽ. കാഴ്ചക്കാർക്ക് വളരെ ഭംഗിയുള്ള രൂപത്തിൽ, അതേപോലെ ആലോചിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിൻ്റെ ശക്തിയും കഴിവും മനസ്സിലാകുന്ന രൂപത്തിൽ വ്യവസ്ഥാപിതമായി സൃഷ്ടിക്കപ്പെട്ട ആകാശലോകത്തേക്ക് പിശാചുക്കളുടെ പ്രവേശനം തടയപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇനി പറയുന്നത്. പ്രാപഞ്ചിക ഭരണക്രമങ്ങൾ സംബന്ധമായ കാര്യങ്ങൾ മലക്കുകൾ അവിടെ വെച്ച് ചർച്ച ചെയ്യുന്നത് കട്ടുകേൾക്കാനും, എന്നിട്ട് ആ കട്ടുകേട്ട സംഗതികൾ തങ്ങളുടെ ശിങ്കിടികൾക്കും ആരാധകർക്കും ഭൂമിയിൽ വന്ന് നുണകൾ കയറി എത്തിച്ചു കൊടുക്കാനുമായി പിശാചുക്കൾ വാനലോകത്തേക്ക് കയറിപ്പോയിരുന്നു ഇത്ര ആദ്യകാലങ്ങളിൽ. പിന്നീട് അത് തടഞ്ഞു, ഇനി വരാൻ പാടില്ല എന്ന് പറഞ്ഞു. നിരവധി ഹദീസുകൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നുണ്ട്. ഇങ്ങനെ മലക്കുകൾക്കിടയിൽ നടക്കുന്ന സംസാരങ്ങൾ കട്ടുകേൾക്കാനായി ഈ നിരോധം വന്ന ശേഷവും ഏതെങ്കിലും പിശാച് അങ്ങോട്ട് പോവുകയാണെങ്കിൽ അവരെ ചെങ്കോൽ കൊണ്ടെറിയും, തീജ്വാലകൾ ഉൽക്കകൾ കൊണ്ടെറിയും. അതാണ് ഇനി അടുത്ത് പറയുന്നത്. ഹദീസിൽ സംബന്ധമായ പരാമർശങ്ങളുണ്ട്. നോക്കുന്ന ആളുകൾക്ക് കൃത്യമായി അത് കാണുകയും ചെയ്യുമെന്നാണ്, വ്യക്തമായി കാണുകയും ചെയ്യാം ഉൽക്കകളെ കൊണ്ടെറിയുന്നത്, ജ്വാലകൾ കൊണ്ടെറിയുന്നത്. അതിനാണ് ജ്വലിക്കുന്ന അഗ്നിസ്ഫുലിംഗങ്ങൾ എന്ന് ഇനിയുള്ള ആയത്തിൽ പറയുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വഹഫ്ളനാഹാ മിൻ കുല്ലി ശൈത്വാനിർ റജീം ഇല്ലാ മൻ ഇസ്തറഖ അസ്സമഅ ഫഅത്ബഅഹു ശിഹാബും മുബീൻ. വഹഫ്ളനാഹാ, നാം ആ ആകാശത്തെ സംരക്ഷിച്ചിരിക്കുന്നു. മിൻ കുല്ലി ശൈത്വാനിർ റജീം, ആട്ടിയോടിക്കപ്പെട്ട എല്ലാ പിശാചുക്കളിൽ നിന്നും, ആട്ടിയോടിക്കപ്പെട്ട സർവ്വ പിശാചുക്കളിലും നിന്ന് അവ നാം സംരക്ഷിച്ചിരിക്കുന്നു. ഇല്ലാ മൻ ഇസ്തറഖ അസ്സമഅ, കട്ട് കേൾക്കുന്ന പിശാചുക്കൾ ഒഴികെ. അങ്ങനെ കട്ട് കേൾക്കാൻ ശ്രമിക്കുന്നവനെ ഫഅത്ബഅഹു, അവനെ പിന്തുടരും. ശിഹാബുൻ മുബീൻ, ജ്വലിക്കുന്ന അഗ്നിസ്ഫുലിംഗങ്ങൾ, പ്രകാശിക്കുന്ന തീജ്വാല. ആകാശത്തെ നമ്മൾ പിശാചുക്കൾ കയറി വരുന്നതിൽ നിന്നും കട്ടുകേൾക്കാൻ അങ്ങനെ വരുന്നതിൽ നിന്നും നമ്മൾ എന്താക്കിയിട്ട് സംരക്ഷിച്ചിട്ടുണ്ട്. ഇനി ആരെങ്കിലും അങ്ങനെ കട്ടുകേൾക്കാൻ വേണ്ടി പോയാൽ ഇല്ലാ മൻ ഇസ്തറഖ അസ്സമഅ, എന്നാൽ കട്ടുകേൾക്കാൻ ശ്രമിക്കുന്നവനെ ഫഅത്ബഅഹു, അവനെ പിന്തുടരുന്നതാണ്. ശിഹാബുൻ മുബീൻ, പ്രകാശിക്കുന്ന തീജ്വാല പിന്തുടരും. ശിഹാബ് എന്ന് പറഞ്ഞാൽ തീജ്വാല. സൂറത്തുൽ മുൽക്കിലും ഇതേപോലെ പരാമർശമുണ്ടല്ലേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലഖദ് സയ്യന്ന അസ്സമാഅ അദ്ദുനിയ ബിമസാബിഹ വജഅൽനാഹാ റുജൂമൻ ലിശ്ശയാത്തീൻ. ഏറ്റവും അടുത്ത ആകാശത്തെ നാം പല വിളക്കുകൾ, നക്ഷത്രങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. അവയെ നാം പിശാചുക്കളെ എറിഞ്ഞാട്ടുന്നവയുമാക്കിയിരിക്കുന്നു. ഉൽക്കകളാണ് എന്ന് പറയാറുണ്ട്. ഇങ്ങനെ എറിയുന്നത് ഉൽക്കകൾ കൊണ്ടാണ് എറിയുന്നത്. ഉൽക്കകളെ സംബന്ധിച്ച് ശാസ്ത്രജ്ഞന്മാർക്ക് പല അഭിപ്രായങ്ങളും കാരണങ്ങളും പറയാനുണ്ടാവും. അവർക്കൊന്നും കണ്ടുപിടിക്കാൻ കഴിയാത്ത ഒരു കാര്യം പിശാചുക്കളെ എറിഞ്ഞാട്ടുക എന്നത്, ആ ഒരു ദൗത്യം കൂടി ഉൽക്കകൾ മുഖേന നടക്കുന്നുണ്ട് എന്നാണ് അള്ളാഹു തആല പറയുന്നത്. അതൊക്കെ സൃഷ്ടിച്ച അള്ളാഹു പറയുന്നത് അങ്ങനെയാണ് അല്ലേ. ഇവിടെ പറഞ്ഞ ഈ പിശാചുക്കളുടെ കട്ടുകേൾവി, അതേപോലെ ചെങ്കോലേറ്, ഇതിനെപ്പറ്റി ഇവിടെ മാത്രമല്ല വേറെയും പല സ്ഥലത്തും സൂറത്ത് സാഫാത്ത് 6-10 സൂറത്തുൽ ജിന്ന് 8-9 അവിടെ വ്യക്തമായി കൂടുതൽ പറയുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അതേപോലെ നിരവധി ഹദീസുകളിൽ ഇത് സംബന്ധമായ പരാമർശവും ഉണ്ട്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി ഉദ്ധരിക്കുന്ന ഹദീസിൽ ഇങ്ങനെയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അള്ളാഹു ആകാശത്ത് വെച്ചൊരു കാര്യം തീരുമാനിച്ചാൽ അള്ളാഹുവിൻ്റെ വചനങ്ങളോടുള്ള ഭക്തി കാരണം മലക്കുകൾ ചിറകടിക്കും. ഒരു മിനുസമായ വെള്ളക്കല്ലിന്മേൽ ചങ്ങല വലിക്കും പോലെയായിരിക്കും അത്. അവരുടെ ഹൃദയങ്ങളിൽ നിന്ന് നടുക്കം നീങ്ങുമ്പോൾ അള്ളാഹു തആല പറഞ്ഞത് എന്താണ് എന്നവർ ചോദിച്ചറിയും. ഇത് കട്ടുകേൾക്കുന്ന പിശാചുക്കൾ ഉണ്ടെങ്കിൽ അവരും കേൾക്കും. അവരെന്ത് ചെയ്തും, അവരെങ്ങനെ നിൽക്കുന്നവരെ ഒരാൾക്ക് മീതെ മറ്റൊരാളായി ഇങ്ങനെ ആകാശത്തേക്ക് കയറി നിൽക്കുന്നുണ്ടാവുമെന്നാണ്. അങ്ങനെ ആ കട്ടുകേട്ട ആള് താഴെയുള്ള ആൾക്ക് ഇത് ഇട്ടുകൊടുക്കും. ആ താഴെയുള്ള ആള് ഇട്ടുകൊടുക്കുന്നതിന് മുമ്പ് തന്നെ തീജ്വാല അയാൾ ചിലപ്പോൾ
ഒന്ന് ആട്ടും, തീജ്വാല അയാൾക്ക് നേരെ വരും. ആ കട്ട് കേൾക്കുന്നത്, മലക്കുകൾ സംസാരിക്കുന്നത്, കട്ട് കേൾക്കുന്നത് ഈ കേട്ട ആൾ താഴെയുള്ള ആൾ കെട്ടുകൊടുക്കുന്നതിന് മുമ്പേ അയാളെ തീജ്വാല ബാധിക്കും. അങ്ങനെ അത് അവനെ കരിച്ചു കളയും. ചിലപ്പോൾ അടുത്ത് നിൽക്കുന്ന ആൾക്ക് കെട്ടുകൊടുക്കുന്നവരെ തീജ്വാല വരാതിരിക്കുകയും ചെയ്യാം. അങ്ങനെ എന്താവും, ആ ശൃംഖല നേരെ പോന്ന് ഭൂമിയിലേക്ക് എത്തും. അതുവരെ ശിഹാബ് വരില്ല, ചിലപ്പോൾ വരും, ചിലപ്പോൾ വരില്ല. അങ്ങനെ ഭൂമിയിൽ എത്തിക്കഴിഞ്ഞാൽ അവരത് സിഹർ ചെയ്യുന്ന ആളുകൾക്ക്, മാരണക്കാർക്ക് കൈമാറും. അതിൻ്റെ കൂടെ 100 കളവും ചേർത്ത് ആളുകളോട് പറയും. മാരണക്കാർ മറ്റൊക്കെ ആൾക്കാർ 100 കളവ് ചേർത്ത് ആൾക്കാരോട് പറയും. അങ്ങനെ ആളുകൾ എന്ത് പറയും, ഇന്ന ദിവസം ഇങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് അന്ന് ആ സാഹിർ പറഞ്ഞിരുന്നില്ലേ, മാരണക്കാരൻ പറഞ്ഞിരുന്നില്ലേ, കണ്ടോ അതിപ്പോൾ യാഥാർത്ഥ്യം കണ്ടില്ലേ, ഇതൊക്കെ ആളുകൾ പറയുകയും ചെയ്യും. സത്യത്തിൽ അന്ന് ആകാശത്ത് നിന്ന് കട്ടുകേട്ട ആ വാക്കായിരിക്കും ഇന്ന് പിളർന്നിട്ടുണ്ടാവുക. ഇങ്ങനൊരു ഹദീസിലുണ്ട്. ഏതായാലും ഇവിടെ ഈ 17-ാമത്തെ ആയത്ത് പഠിക്കുമ്പോൾ പ്രത്യേകം ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ജിന്നുകൾ അല്ലെങ്കിൽ പിശാചുക്കൾ എന്നൊരു വിഭാഗം ഇല്ല, അങ്ങനെ പ്രത്യേക സൃഷ്ടികൾ ഇല്ല എന്ന് വാദിക്കുന്ന ആളുകളുണ്ട്. അതൊക്കെ കാട്ടു മനുഷ്യന്മാർക്ക് പറയുന്ന പേരാണ് എന്ന് പറയുന്ന കുറെ പുത്തൻവാദികളായ ആളുകൾ, നേതാക്കളൊക്കെ ഉണ്ട്. വല്ലാത്ത വിചിത്രവാദം തന്നെയാണ് അല്ലേ. ഈ 17-ാം വാക്യത്തിൽ പിശാജ് എന്ന വാക്കിന്റെ ഉദ്ദേശം ജ്യോത്സ്യന്മാരാണ് എന്നാണ് അവർ പറയുക. ദുർവ്യാഖ്യാനമാണ്. ഈ വാദം ശരിയാക്കാൻ വേണ്ടി പിശാച് ആകാശത്തേക്ക് കയറുമെന്നും തീജ്വാലകൾ അവരെ നേരിടുമെന്നും പറയുന്ന പല ഖുർആൻ വ്യാഖ്യാനങ്ങളെയും ഇവർ സ്വന്തം താല്പര്യത്തിനനുസരിച്ച് ദുർവ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഇത് സംബന്ധമായി നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെയുള്ള പ്രബലമായ ഹദീസുകളെ തള്ളുകയാണ് അവർ ചെയ്യുന്നത്, നിഷേധിക്കുക കൂടിയാണ് ചെയ്യുന്നത്. ഗൗരവമുള്ള വിഷയമാണ്, അവർ ശ്രദ്ധിച്ചിരിക്കണം. 19-ാമത്തെ ആയത്തിലേക്ക് കടക്കാം. ഇനി മനുഷ്യർക്കും മറ്റു ജീവികൾക്കും ഭൂമിയിൽ അല്ലാഹു തആല സംവിധാനിച്ചിരിക്കുന്ന സുഖസൗകര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഭൂമി ഉരുണ്ടിട്ടാണ്, ഗോളാകൃതിയിലാണ്. പക്ഷേ അള്ളാഹു അതിൻ്റെ ഉപരിഭാഗം പരന്ന സ്ഥലമാക്കിയിരിക്കും. ആ ഭൂമി ഇളകാതിരിക്കാൻ വേണ്ടി പർവ്വതങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നു. വ്യവസ്ഥാപിതമായ ആസൂത്രിതമായ രീതിയിൽ അതിൽ സസ്യലതാദികൾ മുളപ്പിച്ച് ഭക്ഷ്യ സുരക്ഷ ഉറപ്പുവരുത്തുന്നു. അതൊക്കെ അള്ളാഹു ചെയ്യുന്ന നിഅമത്തുകളാണ്. മാഷാ അല്ലാഹ്. ആയത്ത് നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. والأرض مددناها وألقينا فيها رواسي وأنبتنا فيها من كل شيء موزون. والأرض ഭൂമിയെ മദദ്നാഹ നാം പ്രവിശാലമാക്കിയിരിക്കുന്നു, നീട്ടിപ്പരത്തിയിരിക്കുന്നു എന്നാണ് അർത്ഥം. എന്നാണ് പ്രവിശാലമാക്കിയിരിക്കുന്നു. വൽഖൈനാ ഫീഹ ആ ഭൂമിയിൽ നാം സ്ഥാപിച്ചിരിക്കുന്നു റവാസിയ ദൃഢീകൃതമായ മലകൾ, ഉറപ്പുള്ള പർവ്വതങ്ങൾ. റവാസിയ എന്ന് പറഞ്ഞാൽ ഉറപ്പുള്ള പർവ്വതങ്ങൾ നാം അതിൽ ഇട്ടിരിക്കുന്നു എന്നാണ്. അൽക്ക എന്ന് പറഞ്ഞാൽ അങ്ങനെ സ്ഥാപിച്ചിരിക്കുന്നു. വഅംബത്നാ ഫീഹ ആ ഭൂമിയിൽ നാം മുളപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. മിൻ കുല്ലി ഷൈഇൻ എല്ലാ വസ്തുക്കളിൽ നിന്നും മൗസൂൻ വ്യവസ്ഥാപിതമായ തോതിൽ. വഅംബത്നാ ഫീഹ മിൻ കുല്ലി ഷൈഇൻ മൗസൂൻ അനുയോജ്യമാം വിധം എല്ലാ സാധനങ്ങളും മുളപ്പിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എല്ലാ വസ്തുക്കളും വ്യവസ്ഥാപിതമായ തോതിൽ അതിൽ മുളപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. ഒക്കെ മൗസൂനാണ്, കയ്യും കണക്കില്ലാതെ കൊട്ടക്കണക്കിന് അങ്ങനെ ഉണ്ടാക്കിയതല്ല. മൗസൂൻ വ്യവസ്ഥാപിതമായി കണക്കും കയ്യൊക്കെ അനുസരിച്ച്. വൽ അർള മദദ്നാഹ ഭൂമി ഉരുണ്ടിട്ടാണ്. പക്ഷേ ഇവിടെ പരത്തി വിശാലമാക്കി എന്നൊക്കെ പറഞ്ഞാൽ മനുഷ്യന്റെ അനുഭവത്തിൽ അത് പരന്നതാക്കി എന്നാണ്. ഗോളാകൃതിയിലുള്ള ഭൂമിയിൽ എവിടെ സഞ്ചരിച്ചാലും അത് പരന്നതായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുക അല്ലേ. അതാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. സ്വന്തം അച്ചുതണ്ടിൽ തിരിയുന്നത് കൊണ്ട് ഭൂമി ചലിക്കുന്നുണ്ടെങ്കിലും ഉപരിതലത്തിൽ താമസിക്കുന്ന മനുഷ്യനോ അല്ലെങ്കിൽ ജന്തുജാലങ്ങൾക്കോ അങ്ങനെ ഒരു ചലനത്തിന്റെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നില്ല. മാഷാ അല്ലാഹ്. നിങ്ങൾക്ക് ഭൂമി ഒരു വിരിപ്പ് പോലെ ആക്കിയെന്നാണ് വേറൊരു ആയത്തിൽ സൂറത്തുൽ ബഖറ 22 അല്ലാഹു തആല പറയുന്നത്. വൽഖൈനാ ഫീഹാ റവാസിയ ഭൂമി ഇളകാതിരിക്കാൻ വേണ്ടി അള്ളാഹു അടിച്ച വലിയ ആണികളെ പോലെയാണ് പർവ്വതങ്ങൾ എന്ന് വേറെ ചില സൂക്തങ്ങളിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. ഇളകാതിരിക്കാൻ വേണ്ടി ആണി അടിച്ച പർവ്വതങ്ങളെ കൊണ്ട് അതാണ് റവാസിയ, ഉറച്ച ദൃഢീകൃതമായ പർവ്വതങ്ങൾ എന്ന് പറയുന്നത്. വഅംബത്നാ ഫീഹാ മിൻ കുല്ലി ഷൈഇൻ മൗസൂൻ ഓരോ വസ്തുവിൻ്റെയും പ്രത്യേകതയും ആവശ്യത്തിനനുസരിച്ച് യുക്തമായ തോതിൽ അളവിൽ ഓരോന്നും ഉൽപ്പാദിപ്പിക്കുന്നു. അതാണ് ആ പറഞ്ഞ ആശയം. അത് വലിയൊരു അത്ഭുതമാണ്. എല്ലാ തരം ചെടികളുടെയും വസ്തുക്കളുടെയും ധാതുക്കളുടെ അല്ലെങ്കിൽ അടിസ്ഥാന ഘടകങ്ങളുടെ തോത് ഓരോന്നിനും വ്യത്യസ്തമാണെങ്കിലും ഓരോന്നും കൃത്യമായ തൂക്കത്തിലും തോതിലുമാണ് സംവിധാനിച്ചിട്ടുള്ളത്. ആ തോതിൽ നിന്ന് ഏതെങ്കിലും ഒരു ധാതു അല്പമെങ്കിലും വ്യത്യാസപ്പെട്ടാൽ ആ വസ്തു അതല്ലാതായി മാറും. ഇത് സയൻസ് തെളിയിച്ച വസ്തു കൂടിയാണ്. ഓരോന്നിൻ്റെയും എലമെന്റുകൾ, മൂലകങ്ങൾ, അതിലുള്ള സംഗതികൾ അത് കൃത്യമായ അളവിലല്ല എങ്കിൽ പിന്നെ ആ വസ്തു അല്ലാതായി മാറുകയാണ്. അത് കേടുവരാണ്, അല്ലെങ്കിൽ അത് മറ്റൊന്നായി മാറുകയാണ്.
അതാണ് മൗസൂൻ, എല്ലാം കൃത്യമാണ്. H2O എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓരോന്നിൻ്റെയും ഹൈഡ്രജൻ്റെ ഓക്സിജൻ മോളിക്യൂളുകൾ കൃത്യമായിരിക്കണം. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ആ സാധനം അതല്ലാതെ മാറും. 20-ാമത്തെ ആയത്ത് നോക്കൂ. മനുഷ്യന് ജീവിക്കാൻ ആവശ്യമായ ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം തുടങ്ങിയ സംവിധാനങ്ങളൊക്കെ, അതേപോലെ വിവിധതരം ഉപജീവന മാർഗങ്ങളൊക്കെ അല്ലാഹു തആല ഭൂമിയിൽ ഏർപ്പെടുത്തി തന്നിട്ടുണ്ട് എന്നാണ് ഇനി പറയുന്നത്. നിങ്ങൾക്കെന്ന് മാത്രമല്ല, നിങ്ങൾ ആഹാരം നൽകി വരുന്നവരോ ആഹാരം കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയാത്ത മനുഷ്യർ, പക്ഷിമൃഗങ്ങൾ തുടങ്ങി എണ്ണിക്കണക്കാക്കാൻ പറ്റാത്ത അത്രയും വസ്തുക്കൾക്ക് വേണ്ട മുഴുവൻ ജീവിതോപാധികളും ഭൂമിയിൽ അല്ലാഹു തആല ഏർപ്പെടുത്തി വെച്ചിട്ടുണ്ട്. കോടാനുകോടി ചെറുതും വലുതുമായ ജീവജാലങ്ങൾക്ക് ഇതേ ഭൂമിയിൽ അല്ലാഹു തആല അന്നപാനാദികൾ നൽകുന്നുണ്ട്. ആനകൾക്ക് നൽകുന്നുണ്ട്, തിമിംഗലങ്ങൾക്ക് നൽകുന്നുണ്ട്. അതുമുതൽ അതിസൂക്ഷ്മമായ ജീവികൾക്ക് വരെ നൽകുന്ന ആഹാരങ്ങളുടെ ഖജനാവ് അല്ലാഹുവിൻ്റെ അടുക്കലാണ്. നിങ്ങൾക്ക് എന്താ ചെയ്യാൻ കഴിയുക? നിങ്ങളൊന്നല്ല അത് ചെയ്യണം, അല്ലാഹുവാണ് ചെയ്യുന്നത്. ആയത്ത് നോക്കൂ, 20-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വജഅൽനാ ലക്കും ഫീഹാ മആയിഷ് وجعلنا لكم فيها معايش ومن لستم له برازقين. وجعلنا لكم, നിങ്ങൾക്ക് നാം സംവിധാനിച്ചു തന്നു, ഫീഹ, ആ ഭൂമിയിൽ, മആയിഷ, ഉപജീവന മാർഗങ്ങൾ. മഈശത്തിന്റെ ജംആണ് മആയിഷ്, ഉപജീവന മാർഗങ്ങൾ സംവിധാനിച്ചു തന്നു. നിങ്ങൾക്ക് സംവിധാനിച്ചു തന്നു. പിന്നെ ആർക്കും? വമൻ ലസ്തും ലഹു ബിറാസിഖീൻ, നിങ്ങൾ ആഹാരം നൽകാത്ത ജീവജാലങ്ങൾക്കും, വമൻ, ഒരു കൂട്ടർക്കും, ലസ്തും ലഹു, നിങ്ങൾ അവർക്ക് അല്ല, ബിറാസിഖീൻ, റിസ്ക് കൊടുക്കുന്ന ആളുകളല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കും നിങ്ങൾ ആഹാരം നൽകാത്ത ജീവികൾക്കും ജീവജാലങ്ങൾക്കും ഭൂമിയിൽ നാം ഉപജീവന മാർഗങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. 21-ാമത്തെ ആയത്ത് നോക്കാം. എല്ലാറ്റിൻ്റെയും ഖജനാവുകൾ, സൂക്ഷിപ്പ് കേന്ദ്രങ്ങൾ അല്ലാഹുവിൻ്റെ അടുക്കലാണ്. സ്വർണം, വെള്ളി, ധാന്യങ്ങൾ തുടങ്ങി സർവ്വസാധനങ്ങളുടെയും സൂക്ഷിപ്പ് കേന്ദ്രം അല്ലാഹുവിൻ്റെ അടുക്കലാണ്. ഖജനാവുകൾ അല്ലാഹുവിൻ്റെ അടുക്കലാണ്. ആർക്കൊക്കെ എത്ര തന്നെ എന്ന് കൊടുത്താലും അത് തീരെ കുറയില്ല. ഈ ഖജനാവുകൾ എത്ര വിശാലമാണെങ്കിലും അതിൽ നിന്ന് മനുഷ്യർക്കും മറ്റും കൊടുക്കുന്നതിന് ചില നിയമങ്ങളും വ്യവസ്ഥകളും ക്രമീകരണങ്ങളും യുക്തികളും ഒക്കെയുണ്ട്. അതനുസരിച്ചേ കൊടുക്കൂ. ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഒന്നായിട്ട് കൊടുക്കൂല. ഇല്ലാ ബിഖദരിൻ മഅലൂം പറയുന്നത് ഇൻഷാ അല്ലാഹ്. ചിലപ്പോൾ ആ മൈസത്ത് കിട്ടാൻ നല്ലോണം അധ്വാനിക്കേണ്ടി വരും. ചിലപ്പോൾ വലിയ പരിശ്രമം ഇല്ലാത്തന്നെ കിട്ടിയെന്ന് വരാം, വലിയ അധ്വാനം ഇല്ലാതെ കിട്ടിയെന്ന് വരാം. അതൊക്കെ ഓരോ യുക്തം പോലെയാണ്, അള്ളാഹുവിൻ്റെ തീരുമാനം പോലെയാണ്. നോക്കി 21-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇൻ മിൻ ശൈഇൻ ഇല്ലാ ഇൻദനാ ഖസാഇനുഹു വമാ നുനസ്സിലുഹു ഇല്ലാ ബിഖദരിൻ മഅലൂം. വഇൻ മിൻ ശൈഇൻ, ഒരു വസ്തുവുമില്ല, ഇല്ലാ ഇൻദനാ, നമ്മുടെ അടുത്തുണ്ടായിട്ടല്ലാതെ, ഖസാഇനുഹു, അതിൻ്റെ ഖജനാവ് എന്ന് പറഞ്ഞാൽ ഏതു വസ്തുവിൻ്റെയും ഖജനാവ് നമ്മുടെ അടുത്ത് മാത്രമാണ്. ഇനി അത് കൊടുക്കുന്നതോ, വമാ നുനസ്സിലുഹു, എന്നാൽ നാം അത് ഇറക്കുകയില്ല, എല്ലാ ബിഖദരിൻ മഅലൂം, നിശ്ചയിക്കപ്പെട്ടൊരു കണക്കനുസരിച്ചല്ലാതെ. അതായത് നിശ്ചയിക്കപ്പെട്ടൊരു കണക്കനുസരിച്ച് മാത്രമേ നാം അത് ഇറക്കൂ. നമ്മുടെ അടുത്താണ് എല്ലാത്തിൻ്റെയും ഖജനാവ് എന്നതുകൊണ്ട് കയ്യും കണക്കില്ലാതെ ഇറക്കുന്നുണ്ടോ? ഇല്ല. ഇല്ലാ ബിഖദരിൻ മഅലൂം. ആ മഅലൂം എന്ന് അറിയപ്പെട്ട, ഖദർ എന്ന് പറഞ്ഞാൽ കണക്ക്. അപ്പോൾ നിശ്ചയിക്കപ്പെട്ടൊരു കണക്കനുസരിച്ച് മാത്രമേ നാം ഇത് ഇറക്കുകയുള്ളൂ. സൃഷ്ടികൾക്ക് ജീവിക്കാനും വളരാനും വേണ്ട എല്ലാ വിഭവങ്ങളും അല്ലാഹു തആല ഭൂമിയിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതൊന്നും തികയാതെ പട്ടിണി കടന്ന് മരിച്ചു പോകുമെന്ന് ആരും പേടിക്കണ്ട. കുടുംബാസൂത്രണം വേണമെന്നും മക്കളെ ചുരുക്കണമെന്നൊക്കെ പറയുന്ന ആളുകൾ ഇതൊക്കെ ശരിക്കും ശ്രദ്ധിക്കണം. അതൊന്നും പേടിച്ചിട്ട് അത് ചെയ്യേണ്ട കാര്യമല്ല. എല്ലാവരും ഭക്ഷണം ഇവിടെ റെഡിയാണ്. അപ്പം പിന്നെ പല സ്ഥലത്തും ഭക്ഷ്യദാരിദ്ര്യം അനുഭവിക്കുന്നുണ്ടല്ലോ, ഭക്ഷണം കിട്ടാത്ത ആൾക്കാർ മരിക്കുന്നുണ്ടല്ലോ. അത് നിങ്ങൾ വരുത്തി വെച്ചതാണ് മനുഷ്യരെ, അല്ല അല്ലാഹു തആല ഇവിടെ തരാത്തതുകൊണ്ടല്ല. നിങ്ങൾ ആ വസ്തുക്കളുടെ വിതരണത്തിലും ഉപഭോഗത്തിലും കൃത്രിമങ്ങൾ കാണിക്കുന്നു, അതുകൊണ്ടാണ് സംഭവിച്ചത്. അന്യൻ്റേത് തട്ടിയെടുത്ത് നിങ്ങൾ ഉപയോഗിക്കുന്നു. സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി കൃത്രിമ ക്ഷാമങ്ങൾ ഉണ്ടാക്കുന്നു. നിങ്ങളുടെ കൂട്ടത്തിലെ ചൂഷകന്മാർ പാവപ്പെട്ടവരുടെ ഭക്ഷണം എടുത്ത് തടിച്ച് കൊഴുത്ത് സുഖിക്കുകയാണ്. പാവങ്ങൾ ദാരിദ്ര്യത്തിലേക്ക് അനുനാൾ കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുകയാണ്. മുതലാളിമാർ അനുനാൾ തടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങൾ വരുത്തി വെച്ചതാണ്. മനസ്സിലാവുന്നുണ്ട്? അപ്പോൾ ആ വിഷയം എല്ലാവരും മനസ്സിലാക്കണം. ധനികന്മാർ അവരുടെ സക്കാത്ത് പോലെയുള്ള മറ്റു നിർബന്ധ ബാധ്യതകളും ഐച്ഛികമായ ദാനങ്ങളൊക്കെ കൊടുത്ത് സമൂഹത്തിലെ ആളുകളെ കൈപ്പിടിച്ചു വരുത്തണം. ഈ കൃത്രിമമായ ക്ഷാമങ്ങൾ ഒഴിവാക്കണം. അന്യൻ്റേത് കവരരുത്. ഓരോരുത്തർക്കും അവർക്ക് ഉള്ളത് കൊടുക്കണം. വഇൻ മിൻ ശൈഇൻ ഇല്ലാ ഇൻദനാ ഖസാഇനുഹു, എല്ലാറ്റിനെയും ഖജനാവ് അള്ളാഹുവിൻ്റെ അടുത്താണ്. ഒരു ഖുദ്സി ഹദീസിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, എൻ്റെ അടിമകളെ,
നിങ്ങളെ കൂട്ടത്തിലെ മുൻഗാമികളും പിൻഗാമികളും മനുഷ്യരും ജിന്നുകളും എല്ലാവരും ഒരു സ്ഥലത്ത് സമ്മേളിച്ചു നോക്കുക. എന്നിട്ട് എല്ലാവരും എന്നോട് അവർക്ക് ആവശ്യമുള്ളതൊക്കെ ചോദിച്ചു. ഞാൻ അവർക്കെല്ലാം കൊടുക്കുകയും ചെയ്തു. എന്നാലും എൻ്റെ ഖജനാവിൽ നിന്ന് ഒന്നും കുറയില്ല. സമുദ്രത്തിൽ ഒരു സൂചി മുക്കിയെടുത്താൽ വെള്ളം കുറയാത്തതുപോലെ. നുനസ്സിലുഹു ഇല്ലാ ബിഖദരിൻ മഅലൂം. നുനസ്സിലുഹു എന്ന് പറഞ്ഞാൽ നാം അത് ഇറക്കുന്നു എന്നാണ് അല്ലേ. എല്ലാം മുകൾ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് മഴ പെയ്യണ പോലെ താഴത്തേക്ക് ഇറക്കുന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. അതെല്ലാം ഉൽപ്പാദിപ്പിക്കുകയും ആവശ്യാനുസരണം രംഗത്തെത്തിക്കുകയും ചെയ്യുന്നു എന്നാണ് എൻ്റെ ആശയം അല്ലേ. എന്നാണ് അള്ളാഹുവിൻ്റെ കൽപ്പനയും തീരുമാനം അനുസരിച്ചാണ് നടക്കുന്നത് എന്നൊരു വസ്തുതയിലേക്ക് കൂടി അത് വിരൽ ചൂണ്ടുന്നു. നാം ആണത് ഇറക്കുന്നത് എന്ന് പറഞ്ഞതുകൊണ്ട്. ഒരു നിശ്ചിത തോതും വ്യവസ്ഥയും അനുസരിച്ച് അതനുസരിച്ച് മാത്രമേ ഉൽപ്പാദനം നടക്കുകയുള്ളൂ. ഉൽപ്പാദനവും വിതരണവും അനുസരിച്ചാണ് അള്ളാഹു ചെയ്യുന്നത്. ഓരോന്നിൻ്റെയും സന്ദർഭം, ആവശ്യം, അളവ്, തോത് ഇതൊക്കെ അള്ളാഹുവിനറിയാം. അതനുസരിച്ച് എന്താവും, അതിൻ്റെ ഉൽപ്പാദനം കൂട്ടുകയും കുറക്കുകയും ഒക്കെ ചെയ്യും. അതിനനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് നീക്കും. ചില ഐറ്റംസ് ധാരാളം ഉണ്ടാവും, ചില ഐറ്റംസ് കുറച്ചുണ്ടാവുള്ളൂ, ചില ഐറ്റംസ് പ്രത്യേക കാലങ്ങളിൽ ഉണ്ടാവുള്ളൂ, ചില ഐറ്റംസ് ചില പ്രത്യേക ഏരിയകളിൽ മാത്രമേ കിട്ടുള്ളൂ, മറ്റു ചിലത് എല്ലായിടത്തും കിട്ടും. അങ്ങനെയൊക്കെ നമ്മൾ കാണാറില്ലേ. ഇതൊക്കെ സംഭവിക്കുന്നത് അള്ളാഹുവിൻ്റെ ഈ വ്യവസ്ഥ അനുസരിച്ചാണ്. ഇല്ലാ ബിഖദരിൻ മഅലൂം. 22-ാമത്തെ ആയത്ത് നോക്കാം. മനുഷ്യർക്കും മറ്റു ജീവികൾക്കും കുടിക്കാനും സസ്യങ്ങളും ചെടികളും നനക്കാനും വെള്ളം സംവിധാനിച്ചതിനെ കുറിച്ചാണ് ഇനി അള്ളാഹു തആല പറയുന്നത്. കാറ്റുകൾ ജലാംശങ്ങൾ വഹിക്കുന്നു, എന്നിട്ടത് മേഘങ്ങളിൽ എത്തിക്കുന്നു. കാർമേഘങ്ങൾ സഞ്ചരിക്കുന്നു, അള്ളാഹു തആല നിശ്ചയിച്ച സ്ഥലത്തെത്തി അത് മഴയായി പെയ്യുന്നു. അങ്ങനെ വൃക്ഷങ്ങളും ചെടികളും സസ്യങ്ങളും ഭൂമിയും മനുഷ്യരുമൊക്കെ ആ വെള്ളം കുടിച്ച് ദാഹം തീർക്കുന്നു. കിണറുകളിലും കുളങ്ങളിലും ആ വെള്ളം കുറച്ചൊക്കെ ശേഖരിക്കപ്പെടുന്നു, കുറേ വെള്ളം ഭൂമിക്കുള്ളിൽ നിക്ഷേപിക്കപ്പെടുന്നു. ഇതെല്ലാം അള്ളാഹു ചെയ്യുന്നതാണ്. ഓരോ വർഷവും പെയ്തുകൊണ്ടിരിക്കുന്ന ജലം, വെള്ളം എവിടെയെങ്കിലും സൂക്ഷിച്ചു വെക്കാൻ മനുഷ്യന് കഴിയുമോ? എല്ലാ മഴവെള്ളം സൂക്ഷിച്ചു വെക്കാൻ കഴിയുമോ? ഇല്ലല്ലോ. ശ്രമങ്ങൾ നടക്കുന്നുണ്ട്, ശരി, പക്ഷേ എല്ലാം സൂക്ഷിച്ചു വെക്കാൻ കഴിയില്ല. അങ്ങനെ നിങ്ങൾ അങ്ങനെ പണ്ട് സൂക്ഷിച്ചു വെച്ചാൽ മഴയിൽ നിന്നാണ് അതൊക്കെ പെയ്യുന്നത്? അതുമല്ല, അത് അള്ളാഹു തആല ഉണ്ടാക്കണം, പെയ്തു തരികയാണ്. നോക്കാം ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഅർസൽനാ الرياح لواقح فأنزلنا من السماء ماء فأسقيناكموه وما أنتم له بخازنين. وأرسلنا الرياح, ജലാംശം വഹിച്ച് അടിച്ചു വീശുന്ന കാറ്റുകൾ നാം അയച്ചു. വഅർസൽനാ, നാം അയച്ചു, അർ-റിയാഹ, കാറ്റുകളെ അയച്ചു, ലവാഖിഹ, ജലാംശം വഹിച്ച് അടിച്ചു വീശുന്ന. ലവാഖിഹ എന്ന് പറഞ്ഞാൽ ജലാംശം വഹിച്ച് അടിച്ചു വീശുന്ന അർ-റിയാഹ, കാറ്റുകളെ നാം അയച്ചു. എന്നിട്ട് ഫഅൻസൽനാ, നാം വർഷിച്ചു, മിനസ്സമായി, അന്തരീക്ഷത്തിൽ നിന്ന്, മഴ വർഷിച്ചു. ഇവിടെ മാ എന്ന് പറഞ്ഞാൽ മഴ എന്നർത്ഥം. എന്നിട്ട് ഫഅസ്ഖൈനാകുമൂഹു, നിങ്ങളെ അത് നാം കുടിപ്പിക്കുകയും ചെയ്തു. വമാ അൻതും ലഹു ബിഖാസിനീൻ, അത് സൂക്ഷിച്ചു വെക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. ആ മഴവെള്ളം മുഴുവൻ സൂക്ഷിച്ചു വെക്കാൻ കഴിയോ? ഇല്ല. ഓരോ കൊല്ലം പെയ്യുന്ന മഴവെള്ളം. അല്ലാഹു തആല ഈ ഭൂതലത്തിൽ സംവിധാനിച്ച വളരെ അമൂല്യമായ ഒരു അനുഗ്രഹമാണ് കാറ്റ് എന്നത്. ഒട്ടേറെ ധർമ്മങ്ങൾ കാറ്റ് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. കാർമേഘങ്ങൾ വഹിച്ചു കൊണ്ടുപോവുക എന്നത് കാറ്റിൻ്റെ ഒരു മുഖ്യ ദൗത്യമാണ് എന്നാണ് ഇവിടെ അല്ലാഹു തആല പറയുന്നത്. സസ്യലതാദികളിൽ പരാഗണം നടത്തുന്നതും കാറ്റ് തന്നെയാണ്. ഈ അർത്ഥവും ലവാഖിഹ് എന്ന പദത്തിനുണ്ട്. പരാഗണം നടത്തുന്ന കാറ്റുകളെ നാം അയച്ചു എന്ന അർത്ഥവും വെച്ചിട്ടുണ്ട്. കാറ്റുവഴി സസ്യലതാദികളിലും വൃക്ഷങ്ങളിലും പരാഗണം നടക്കുന്നുണ്ട് എന്ന് അടുത്ത കാലത്താണ് സയൻസ് മനസ്സിലാക്കിയത്. വിശുദ്ധ ഖുർആൻ അത് പണ്ട് മുമ്പേ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പേ പറഞ്ഞു. റിയാഹ് എന്ന വാക്കിന്റെ ബഹുവചനമാണ് റിയാഹ്, കാറ്റുകൾ. റീഹും റിയാഹും പരിശുദ്ധ ഖുർആനിൽ ഉപയോഗിച്ച സന്ദർഭങ്ങൾ പരിശോധിക്കുമ്പോൾ ബഹുവചനമായി പ്രയോഗിച്ചതൊക്കെ റിയാഹ് എന്ന് പ്രയോഗിച്ചത് അനുഗ്രഹത്തിന്റെ കാറ്റുകളെ കുറിച്ചാണ്. ഏകവചനമായി റിയഹ് എന്ന് പ്രയോഗിച്ചത് ആപൽക്കരമായ കാറ്റിനെ കുറിച്ചുമാണ്. ഇതാണ് പൊതുവെ ആ പ്രയോഗങ്ങൾ മനസ്സിലാക്കുമ്പോൾ ശ്രദ്ധിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാറ്റടിക്കുമ്പോൾ ദുആ ചെയ്തിരുന്നു അത്രേ, അല്ലാഹുമ്മ ജഅൽഹു റിയാഹൻ ലാ റീഹൻ, അല്ലാഹുവേ അതിനെ നീ റിയാഹ ആക്കണമേ എന്ന് പറഞ്ഞാൽ അനുഗ്രഹത്തിന്റെ കാറ്റാക്കണമേ, ലാ റീഹൻ ഏകവചനത്തിൽ പറഞ്ഞാൽ ആപൽക്കരമായ കാറ്റാക്കരുത് എന്നർത്ഥം. വമാ അൻതും ലഹു ബിഖാസിനീൻ, ഇവിടെ 2 രൂപത്തിൽ തഫ്സീറുണ്ട്. ഒന്ന്, അള്ളാഹു അവൻ്റെ അനുഗ്രഹമായി മഴ വർഷിച്ചു തന്നപ്പോൾ നിങ്ങളത് ഉപയോഗപ്പെടുത്തി എന്നല്ലാതെ നിങ്ങൾ സൂക്ഷിച്ച് സംഭരിച്ച് വെച്ചിരുന്നതിൽ നിന്ന് എടുത്ത് മഴ വർഷിച്ചതല്ല.
അങ്ങനെ അള്ളാഹു മഴ പെയ്യിച്ചു വന്നപ്പോൾ നിങ്ങളത് ഉപയോഗിച്ചു. അല്ലാതെ നേരത്തെയുള്ള വെള്ളം നിങ്ങൾ സൂക്ഷിച്ചു സംഭരിച്ച് വെച്ചിരുന്നതിൽ നിന്ന് എടുത്ത് ഇപ്പം മഴ പെയ്ച്ചതല്ല. നിങ്ങളല്ലല്ലോ ചെയ്തത്. നിങ്ങൾ മുമ്പുണ്ടായിരുന്ന മഴവെള്ളം സൂക്ഷിച്ചിട്ട് ആ മഴയിൽ നിന്നാണ് ഇപ്പോൾ ആ വെള്ളത്തിൽ നിന്നാണ് ഇപ്പം ഉണ്ടായ പുതിയ മഴ ഉണ്ടായത് അല്ല. അപ്പം നിങ്ങൾ സൂക്ഷിച്ച് സംഭരിച്ച് വെച്ചിരുന്നതിൽ നിന്ന് എടുത്ത് വർഷിച്ചതല്ല ഇത്. അള്ളാഹു തആല വേറെ പുതിയതായി ഉണ്ടാക്കി തന്നതാണ്. അതാണ് ഒരു തഫ്സീർ. രണ്ടാം തഫ്സീർ, മഴവെള്ളം മുഴുവൻ സംഭരിച്ച് വെച്ച് കേടുവരാതെ വറ്റിയോ ഒലിച്ചോ പോകാതെ സൂക്ഷിക്കാനോ നിക്ഷേപിക്കാനോ അങ്ങനെ അത് നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഉപയോഗിക്കാനോ നിങ്ങൾക്ക് സാധ്യമല്ല. അല്ലേ? അതിന് കഴിയില്ലല്ലേ നമുക്ക്? മഴവെള്ളം മുഴുവൻ സംഭരിച്ച് കേടുവരാതെ വറ്റിട്ട് ഒലിച്ചിട്ടൊന്നും പോകാതെ അതേപോലെ സംരക്ഷിക്കാൻ കഴിയും? കഴിയില്ല. കുറച്ചൊക്കെ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അപ്പം എന്താ പിന്നെ നടക്കുന്നത്? നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് അപ്പോൾ നാം മഴ പെയ്ത് തരേണ്ടിയിരിക്കുന്നു. അതാണ് നാം ചെയ്യുന്നത്. നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് അപ്പം മഴ പെയ്ച്ചു തരാണ്. പണ്ട് മുതലേ സൂക്ഷിച്ചു വെച്ച് ഇങ്ങനെ എടുത്ത് ഉപയോഗിക്കില്ല. അല്ലെങ്കിൽ നിങ്ങൾക്കതിനെ സൂക്ഷിച്ചു വെക്കാനായിട്ട് കഴിയില്ല. എന്നിട്ട് അപ്പം ഉപയോഗിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. ഓരോ സമയത്തും നിങ്ങൾക്ക് എന്ത് ചെയ്യണം? ഞാനത് പെയ്യിപ്പിച്ചു തരണം. അത് വലിയ നിയമത്താണ് നിങ്ങൾ മനസ്സിലാക്കണം. ഏതായാലും ഏത് വ്യാഖ്യാനം അനുസരിച്ചും മഴ എന്നത് വല്ലാത്തൊരു അനുഗ്രഹം തന്നെയാണ് എന്ന് മനസ്സിലാക്കാം. 23-ാമത്തെ ആയത്തിലേക്ക് കിടക്കാം. മരിപ്പിക്കുകയും ജീവിപ്പിക്കുകയും ചെയ്യുന്നത് അള്ളാഹുവാണ്. അവസാനം എല്ലാ സമ്പാദ്യങ്ങളും അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് തന്നെയാണ് എത്തിച്ചേരുന്നത്. എല്ലാം നശിച്ച ശേഷവും ഒരു നാശവുമില്ലാതെ ബാക്കിയാകുന്നത് അള്ളാഹു മാത്രമാണ്. ഇതാണ് ഇനി പറയുന്നത് 23-ാം ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وإنا لنحن نحيي ونميت ونحن الوارثون. وإنا തീർച്ചയായും നമ്മൾ തന്നെയാണ് നുഹി ജീവിപ്പിക്കുന്നത്, വനുമീതു മരിപ്പിക്കുന്നതും, വനഹ്നുൽ വാരിസൂൻ എല്ലാ വസ്തുക്കളുടെയും അനന്തരാവകാശം എടുക്കുന്നതും നാം തന്നെയാണ്. വനഹ്നുൽ വാരിസൂൻ എല്ലാ വസ്തുക്കളുടെയും അനന്തരാവകാശം എടുക്കുന്നതും നമ്മൾ തന്നെയാണ്. 24-25 നോക്കാം. അള്ളാഹുവിൻ്റെ അറിവ് അതിവിശാലമാണെന്നും പരലോകത്ത് എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി ഓരോരുത്തരുടെയും കർമ്മമനുസരിച്ച് പ്രതിഫലം നൽകുമെന്നുമാണ് ഇനി പറയുന്നത്. 24-25 നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലഖദ് അലിംനൽ മുസ്തഖ്ദിമീന മിൻകും വലഖദ് അലിംനൽ മുസ്തഅഖിരീൻ വഇന്ന റബ്ബക ഹുവ യഹ്ശുറുഹും ഇന്നഹു ഹകീമുൻ അലീം. വലഖദ് അലിംന നമ്മൾ അറിഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ അറിയുക തന്നെ ചെയ്യും. അൽ മുസ്തഖ്ദിമീന മിൻകും നിങ്ങളിൽ നിന്ന് മുൻഗാമികളെയും, വലഖദ് അലിംന നമ്മൾ അറിയുക തന്നെ ചെയ്യും, സൂക്ഷ്മമായി അറിയുക തന്നെ ചെയ്യും, അല്ലെങ്കിൽ അറിഞ്ഞിട്ടുണ്ട്. അൽ മുസ്തഅഖിരീന പിൻഗാമികളെയും. നിങ്ങളിൽ നിന്ന് മുൻഗാമികളെയും പിൻഗാമികളെയും നമുക്ക് സൂക്ഷ്മമായി അറിയുക തന്നെ ചെയ്യും. അവരെക്കുറിച്ച് ശരിയായി അറിഞ്ഞിട്ടുണ്ടെന്ന്. മുൻഗാമികളെന്ന് പറഞ്ഞാൽ ആദം നബി അലൈഹി സ്വലാം മുതൽ ഇക്കാലത്തിനിടയിൽ മരിച്ചുപോയ ആളുകൾ. പിൻഗാമികൾ എന്ന് പറഞ്ഞാലോ ഇനി ജനിക്കാനിരിക്കുന്ന ആളുകളും. ഓക്കെ, ഇമാം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇങ്ങനെയാണ് ഇതിന് തഫ്സീർ കൊടുത്തത്. എന്നിട്ട് അല്ലാഹു തആല പറയുന്നത് വഇന്ന റബ്ബക ഹുവ യഹ്ശുറുഹും ഇന്നഹു ഹകീമുൻ അലീം. വഇന്ന റബ്ബക തീർച്ചയായും അങ്ങയുടെ രക്ഷിതാവ് ഹുവ അവൻ യഹ്ശുറുഹും അവരെ സമ്മേളിപ്പിക്കുന്നതാണ്. എവിടെ? മഹ്ശറയിൽ. അല്ലേ? മഹ്ശറ എന്ന് പറഞ്ഞാൽ സമ്മേളിപ്പിക്കുന്ന സ്ഥലം. യഹ്ശുറു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ക്രിയാധാതുവാണ്. യഹ്ശുറുഹും അവരെ അവൻ സമ്മേളിപ്പിക്കും. ഇന്നഹു തീർച്ചയായും അല്ലാഹു തആല ഹകീമുൻ യുക്തിമാനാണ്, അലീമുൻ സർവജ്ഞനാണ്. അപ്പോൾ ഇത്യാദി അനുഗ്രഹങ്ങളും അത്ഭുത കൃത്യങ്ങളും ഒക്കെ അനുഭവിച്ചും അറിഞ്ഞും കണ്ടും ഒക്കെ ജീവിക്കുന്ന മനുഷ്യൻ പിന്നെയും അള്ളാഹുവിനെ ധിക്കരിക്കുകയും അഹങ്കാരിയായി ജീവിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞ് എത്ര വിരോധാഭാസമാണ്. ജനനവും മരണവും ഒക്കെ അള്ളാഹുവിൻ്റെ അധീനതയിലാണുള്ളത്. അവൻ്റെ തീരുമാനത്തിന് വിധേയനാകാൻ മാത്രമേ മനുഷ്യന് കഴിയൂ. മുൻഗാമികളോ പിൻഗാമികളോ എന്ന ഒരു വ്യത്യാസവുമില്ലാതെ എല്ലാവരെക്കുറിച്ചുമുള്ള സമഗ്രമായ വിവരം അള്ളാഹുവിൻ്റെ അടുക്കലുണ്ട്. എല്ലാ ഇൻഫർമേഷനും അള്ളാഹുവിൻ്റെ അടുക്കലുണ്ട്. ഓരോരുത്തരുടെയും കർമ്മങ്ങൾക്കനുസരിച്ച് പ്രതിഫലം നൽകുന്നതിന് വേണ്ടി എല്ലാവരെയും അവൻ മഹ്ശറയിൽ സമ്മേളിപ്പിക്കുകയും ചെയ്യുന്നതാണ്. ഇതൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞതിൻ്റെ ആശയം. 26-ാമത്തെ ആയത്തിൽ കിടക്കുക. മനുഷ്യവർഗത്തിൻ്റെയും ജിന്നുവർഗത്തിൻ്റെയും ഉത്ഭവത്തെക്കുറിച്ചാണ് ഇനി പറയുന്നത്. അഹങ്കരിക്കാൻ ഒന്നും മനുഷ്യൻ്റെ അടുത്തില്ല. ആ മനുഷ്യൻ്റെ സൃഷ്ടിപ്പ് വളരെ നിസ്സാരമായ വസ്തുവിൽ നിന്നാണ് എന്ന് മനസ്സിലാക്കി തരികയാണ്. മനുഷ്യപിതാവായ ആദം നബി അലൈഹി സ്വലാമിനെ സൃഷ്ടിച്ചത് കളിമണ്ണ് കൊണ്ടാണ്. ആദ്യം മിനുസമുള്ള നല്ല മണ്ണ് വെള്ളം ചേർത്ത് കുഴച്ച് പാകപ്പെടുത്തിയിട്ടു. പിന്നീട് അതിലെ വെള്ളം വറ്റി ഉണങ്ങി ഉറച്ചു. ചൂളയ്ക്ക് വെച്ച മൺപാത്രം പോലെ മുട്ടിയാൽ ശബ്ദം പുറപ്പെടുന്ന വിധം നന്നായി ഉണങ്ങി ആ മണ്ണ്.
26-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലഖദ് ഖലഖനൽ ഇൻസാന മിൻ സ്വൽസാലിൻ മിൻ ഹമഇൻ മസ്നൂൻ. വലഖദ് ഖലഖന, തീർച്ചയായും നാം സൃഷ്ടിക്കുക തന്നെ ചെയ്തു. ആരെ? അൽ ഇൻസാന, മനുഷ്യനെ. എവിടെ നിന്ന്? മിൻ സ്വൽസാലിൻ, മിൻ സ്വൽസാലിൻ മിൻ ഹമഇൻ മസ്നൂൻ, മുട്ടിയാൽ മുഴക്കമുണ്ടാകുന്ന മിനുസമുള്ള കറുത്ത കളിമണ്ണ്. സ്വൽസാൽ എന്ന് പറയുമ്പോൾ തന്നെ സൗണ്ട് ഇങ്ങനെ വരുന്ന പോലെ തോന്നുന്നുണ്ട് അല്ലേ? ആണ്. മുട്ടിയാൽ ശബ്ദമുണ്ടാകുന്ന, മുട്ടിയാൽ മുഴക്കമുണ്ടാകുന്ന മിനുസമുള്ള കറുത്ത കളിമണ്ണ് കൊണ്ട് മനുഷ്യനെ നാം സൃഷ്ടിച്ചു. മസ്നൂൻ എന്ന വാക്കിനാണ് നമ്മളിവിടെ മിനുസമുള്ള എന്നർത്ഥം കൊടുത്തത്. മിനുസമുള്ള. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അങ്ങനെയാണ് കൊടുത്തത്, മിനുസമുള്ള എന്നർത്ഥം. വാസന വ്യത്യാസപ്പെട്ടത് എന്നൊരർത്ഥവും മസ്നൂൻ എന്ന വാക്കിനുണ്ട്. കറുത്ത മണ്ണ് അല്പം വെള്ളം കൂട്ടി കുഴച്ച് കുറേ സമയം ഇങ്ങനെ കിടന്നാൽ അതിൻ്റെ മണം, അതിൻ്റെ വാസന മാറുമല്ലോ. ആട്ടെ, മസ്നൂൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ അർത്ഥം മിനുസമുള്ള എന്നർത്ഥം. മിനുസമുള്ള കറുത്ത കളിമണ്ണ്, ഹമഇൻ മസ്നൂൻ. സ്വൽസാൽ എന്ന് പറഞ്ഞാൽ മുട്ടിയാൽ മുഴക്കമുണ്ടാകുന്ന ആ ഒരു മണ്ണിൻ്റെ വിശേഷണം പറഞ്ഞതാണ്. 27-ാമത്തെ ആയത്ത് നോക്കാം. ഇനി ജിന്നുവർഗത്തിന്റെ പിതാവായ ഇബ്ലീസിനെ അഗ്നി കൊണ്ടാണ് സൃഷ്ടിച്ചത് എന്നാണ് ഇനി പറയുന്നത്. ജിന്നുകളെ സൃഷ്ടിച്ചത് അഗ്നി കൊണ്ടാണ്. വിശുദ്ധ ഖുർആനിൽ പല സ്ഥലത്തും ഇത് പറഞ്ഞിട്ടുണ്ട്. 27-ാമത്തെ ആയത്ത് നോക്കൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽ ജാന്ന ഖലഖനാഹു മിൻ ഖബ്ലു മിൻ നാരിസ് സമൂം. വൽ ജാന്ന, ജിന്നിനെ, അതായത് ഇബ്ലീസിനെ നടത്തും. ഖലഖനാഹു, നമ്മൾ അവനെ പടച്ചു. മിൻ ഖബ്ലു, അതിന് മുമ്പ് തന്നെ, എന്നാൽ ആദം അലൈഹിസ്സലാമിനെ പടക്കുന്നതിന് മുമ്പ് തന്നെ ജിന്നിനെ നമ്മൾ പടച്ചു. മിൻ നാരിസ് സമൂം, അത്യുഷ്ണമുള്ള തീയിൽ നിന്ന്, അഗ്നിയിൽ നിന്ന്. സമൂം എന്ന് പറഞ്ഞാൽ കടുത്ത ചൂടുള്ള എന്നർത്ഥം. ജിന്നുകളെ സൃഷ്ടിച്ചത് പുകയില്ലാത്ത തീജ്വാല കൊണ്ടാണ് എന്ന് സൂറത്തുർ റഹ്മാൻ 15 പറയുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഖലഖൽ ജാന്ന മിൻ മാരിജിൻ മിൻ നാർ. ഇവിടെ മിൻ നാരിസ് സമൂം എന്നുള്ള സമൂം എന്ന വാക്കിന് രോമക്കുഴികളിലേക്ക് തുളച്ചു കയറുന്ന അതിതീക്ഷ്ണമായ പുകയില്ലാത്ത തീ എന്നാണ് അർത്ഥം. അപ്പോൾ രണ്ടായത്തുകളും അർത്ഥം മനസ്സിലായില്ലേ? സൂറത്തുർ റഹ്മാനിലെയും ഈ 27-ലെയും. അത്യുഷ്ണമുള്ള കാറ്റിനും സമൂം എന്ന് പറയാറുണ്ട്. സമ്മ് എന്നാൽ സൂചിയുടെ ദ്വാരം പോലെയുള്ള ചെറിയ സുഷിരം, ഓട്ട എന്നൊക്കെയാണ് അർത്ഥം. സൂക്ഷ്മദ്വാരം. അതിൽ നിന്നാണ് ഈ ഒരു വാക്ക് ഉത്ഭവിച്ചത്. അപ്പം ജിന്നിനെ സൃഷ്ടിക്കാൻ ഉപയോഗിച്ച മൗലിക വസ്തു തീയാണ്. മലക്കുകൾ അല്ലാഹു തആല പഠിച്ചത് പ്രകാശം കൊണ്ടുമാണ്. മനുഷ്യ സൃഷ്ടിയെക്കുറിച്ച് പറയുമ്പോൾ അല്ലാഹു തആല പല പ്രയോഗങ്ങളും പല സ്ഥലത്തും നടത്താറുണ്ട്. മണ്ണിൽ നിന്നെന്ന് പറയാറുണ്ട്, മിൻ തുറാബിൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. മിൻ തുറാബിൻ. ചെളിമണ്ണ്, കളിമണ്ണ് എന്ന് പറയാറുണ്ട്. മിൻ ഹമഇൻ. ഇപ്പം നമ്മൾ പറഞ്ഞതുപോലെ ഹമ എന്ന് പറഞ്ഞാൽ ചെളിമണ്ണ്, കളിമണ്ണ് എന്നൊക്കെ പറയാം. ഒട്ടുന്ന പശിമയുള്ള കളിമണ്ണ് എന്ന് വേറെ സ്ഥലത്ത് പറയാറുണ്ട്. മിൻ ത്വീനിൽ ലാസിബ്. മിൻ ത്വീനിൽ ലാസിബ് എന്ന് പറഞ്ഞാൽ ഒട്ടുന്ന അല്ലെങ്കിൽ നല്ല പശയുള്ള പശിമയുള്ള കളിമണ്ണ്. ചൂളമണ്ണ് പോലെ ചിലപ്പുള്ളതിൽ നിന്ന് എന്ന് പറയാറുണ്ട്. അല്ലെങ്കിൽ കൊട്ടിയാൽ ചല ശബ്ദം വരുന്ന ചിലപ്പുള്ള മണ്ണിൽ നിന്ന് പറയാറുണ്ട്. മിൻ സ്വൽസാലിൻ കൽ ഫഖാർ. നമ്മൾ പഠിച്ച സ്വൽസാൽ ഇവിടെ പഠിച്ചല്ലോ. ഇങ്ങനെയൊക്കെ വിവിധ പ്രയോഗങ്ങൾ കാണാറുണ്ട്. അതുപോലെ മസ്നൂൻ എന്ന് പ്രയോഗിക്കപ്പെട്ടിട്ടുണ്ട്. പഴക്കം ചെന്ന് മണം വ്യത്യാസം വന്ന മണ്ണ്, അതേപോലെ പശിമയുള്ള കുഴഞ്ഞ മണ്ണ്, പശിമ പിടിച്ച് കറുപ്പ് നിറം പൂണ്ട മണ്ണ്, മൂശ പിടിച്ച് രൂപപ്പെടുത്തി പാകപ്പെടുത്തപ്പെട്ട മണ്ണ്, ഇതൊക്കെ അർത്ഥം വരുന്ന പദങ്ങളാണിത്. അതേപോലെ ജിന്നിന്റെ സൃഷ്ടിയെക്കുറിച്ച് പറയുമ്പോൾ അഗ്നിയിൽ നിന്ന് മിൻ നാരിൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അഗ്നിയിൽ നിന്നുള്ള ജ്വാലയിൽ നിന്ന് മിൻ മാരിജിൻ മിന്നാർ എന്ന് പറഞ്ഞിട്ടുണ്ട്. വ്യത്യസ്ത പദങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഏതായാലും ഈ പറഞ്ഞതൊക്കെ ആ മണ്ണിൻ്റെയും ആ തീയുടെയും വ്യത്യസ്ത സ്വഭാവ വിശേഷങ്ങളാണ് എന്ന് മനസ്സിലാക്കണം. സംഭവം ഒന്ന് തന്നെയാണ്, അതിൻ്റെ വ്യത്യസ്ത ഓരോ അവസ്ഥാഘട്ടങ്ങളാണ്. അതിങ്ങനെ അല്ലാഹു തആല വേറെ വേറെ പറഞ്ഞതാണെന്ന് മാത്രം. സംഗതി ഒന്ന് തന്നെയാണ്. സത്യത്തിൽ ഈ പറഞ്ഞതൊന്നും വ്യത്യാസങ്ങളല്ല. ഇപ്പം മൺപാത്രങ്ങളും മറ്റൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മണ്ണ്, ആ മണ്ണിനിപ്പോൾ ഈ ഗുണങ്ങളൊക്കെ ഉണ്ടാവില്ലേ? ഈ ഗുണങ്ങളെല്ലാമുള്ള മിശ്രിതമായ കളിമണ്ണ് കൊണ്ട് രൂപപ്പെടുത്തി പിന്നീട് മുട്ടിയാൽ ശബ്ദം വരത്തക്കവണ്ണം വിധം ഉണങ്ങിയ മണ്ണ്, ആ മണ്ണ് കൊണ്ടുള്ള മൂശയിൽ നിന്നാണ് അല്ലാഹു തആല മനുഷ്യനെ സൃഷ്ടിച്ചത് എന്ന് മൊത്തത്തിൽ മനസ്സിലാക്കുക. ഓരോ ഘട്ടത്തെക്കുറിച്ച് വേറെ പറഞ്ഞത് മാത്രം, ആ മണ്ണിൻ്റെ ഓരോ അവസ്ഥാവിശേഷങ്ങളെക്കുറിച്ച്. ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ചില പുത്തൻവാദികളായ ആളുകൾ ദുർവ്യാഖ്യാനം ചെയ്ത ഒരു ഭാഗം കൂടിയാണിത്. മനുഷ്യരും ജിന്നുകളും എന്ന രണ്ട് പ്രത്യേക വർഗങ്ങളില്ല എന്നാണ് അവർ പറയുന്നത്.
മനുഷ്യരിലുള്ള അപരിഷ്കൃത വിഭാഗത്തിനാണ് ജിന്നുകൾ എന്ന് പറയുന്നത്. ഇതാണ് അവരുടെ വാദം. ഈ വാദം സമർത്ഥിക്കാൻ വേണ്ടി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ, മുമ്പ് പറഞ്ഞതുപോലെ, ഈ ആയത്തും ഇതേപോലെയുള്ള ഒരുപാട് ആയത്തുകളും അവർ ദുർവ്യാഖ്യാനം ചെയ്തിട്ടുണ്ട്. മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ ജിന്നിനെ സൃഷ്ടിച്ചിരിക്കുന്നു എന്ന ഈ 27-ാം വാക്യം, വൽ ജാന്ന ഖലഖനാഹു മിൻ ഖബ്ലു എന്ന് പറഞ്ഞ ആ വാക്യം മാത്രം മതി ശരിക്കും ഈ പറയപ്പെട്ട ആളുകളുടെ വാദം പൊളിയാൻ. മനുഷ്യനെ സൃഷ്ടിക്കുന്ന മുമ്പേ അല്ലാഹു തആല ജിന്ന് എന്ന വേറെ വർഗത്തെ തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട്. ശരിക്കും ആ വാദം മതി പൊളിയാൻ. പക്ഷേ ഇവരത് മനസ്സിലാക്കാൻ ശ്രമിക്കണ്ടേ? സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ദുർവ്യാഖ്യാനം നടത്താൻ ഒരുങ്ങിയാൽ പിന്നെ എന്ത് തെളിവിട്ടിട്ട് എന്താ കാര്യം? അത്തരം ആളുകളെ നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. 28-ാമത്തെ ആയത്തിലേക്ക് കടക്കാം. ഇനി മനുഷ്യ സൃഷ്ടിയുടെ ആരംഭത്തെക്കുറിച്ചാണ് ഇനിയുള്ള 10-15 ആയത്തുകളിൽ അല്ലാഹു തആല പറയുന്നത്. അള്ളാഹുവിൻ്റെ പ്രത്യേകതരം സൃഷ്ടികളായ മലക്കുകളോട് മനുഷ്യപിതാവിൻ്റെ സൃഷ്ടിപ്പിൻ്റെ കാര്യം നേരത്തെ തന്നെ അല്ലാഹു തആല അറിയിച്ചിരുന്നു. അങ്ങനെ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആ മനുഷ്യന് സുജൂദ് ചെയ്യണം, സാഷ്ടാംഗം പ്രണമിക്കണം എന്നും അല്ലാഹു തആല പറഞ്ഞിരുന്നു. ഇതൊക്കെ നമ്മൾ മനുഷ്യന്മാരുടെ ഉന്നതമായ പദവി, ആ പദവിയുടെ ഔന്നത്യമാണ് സൂചിപ്പിക്കുന്നത്. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെ ആയത്തുകൾ നോക്കാം. 28 മുതൽ 31 വരെയുള്ള ആയത്തുകൾ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وإذ قال ربك للملائكة إني خالق بشرا من صلصال من حمإ مسنون فإذا سويته ونفخت فيه من روحي فقعوا له ساجدين فسجد الملائكة كلهم أجمعون إلا إبليس أبى أن يكون مع الساجدين وإذ قال ربك താങ്കളുടെ രക്ഷിതാവ് പറഞ്ഞ സന്ദർഭങ്ങളിൽ മലായിക്കത്തിനോട്, ഇന്നി തീർച്ചയായും ഞാൻ ഖാലിഖുൻ സൃഷ്ടിക്കുന്നവനാണ്, സൃഷ്ടിക്കാൻ പോവുകയാണ്, ബശറൻ മനുഷ്യനെ. എവിടുന്ന്? മിൻ സൽസാലിൻ മിൻ ഹമഇൻ മസ്നൂൻ മുട്ടിയാൽ മുഴങ്ങുന്ന മിനുത്ത കരിങ്കളിമണ്ണിൽ നിന്ന്, കറുത്ത കളിമണ്ണിൽ നിന്ന് ഞാൻ മനുഷ്യനെ പടക്കുകയാകുന്നു. അങ്ങനെ ഫൈദാ സവ്വൈതുഹു ഞാൻ അവനെ രൂപപ്പെടുത്തിയാൽ, വനഫഖ്തു ഫീഹി മിർ റൂഹി എൻ്റെ റൂഹിൽ നിന്ന് അവനിൽ ഞാൻ ഊതുകയും ചെയ്താൽ, എന്ന് പറഞ്ഞാൽ വനഫഖ്തു ഫീഹി മിർ റൂഹി എൻ്റെ ആത്മാവ് അതിൽ സന്നിവേശിപ്പിക്കുകയും ചെയ്താൽ, ഫഖഉ നിങ്ങൾ വീഴണം, ലഹു ആ മനുഷ്യന് സാജിദീന സുജൂദിലായി, എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവന് സാഷ്ടാംഗം പ്രണമിക്കണം. അങ്ങനെ സൃഷ്ടിച്ചു കഴിഞ്ഞ് മലക്കുകൾ എന്ത് ചെയ്തു? ഈ കൽപ്പന എല്ലാവരും അനുസരിച്ചു. ഫസജദൽ മലായികത്തു മലായികത്തുകൾ എല്ലാവരും സുജൂദ് ചെയ്തു. കുല്ലുഹും അവരെല്ലാവരും, അജ്മഊൻ അവരെല്ലാവരും, ഫസജദൽ മലായികത്തു കുല്ലുഹും അജ്മഊൻ അപ്പോൾ മുഴുവൻ മലക്കുകൾ സാഷ്ടാംഗം നമിച്ചു. ആരൊഴികെ? ഇല്ല ഇബ്ലീസ ഇബ്ലീസ് ഒഴികെ. അബാ അവൻ വിസമ്മതിച്ചു. എന്തിന്? അൻ യകൂന മഅ സാജിദീൻ സുജൂദ് ചെയ്തവരോടൊപ്പമാകാൻ അവൻ വിസമ്മതിച്ചു എന്ന് പറഞ്ഞാൽ അവൻ സുജൂദ് ചെയ്തില്ല എന്നർത്ഥം. ഇത്രയുമാണ് ഇന്നത്തെ പേജിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്ത് പിരിയാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. അല്ലാഹു ഞങ്ങൾ പറഞ്ഞതും കേട്ടതും നമുക്ക് സ്വാലിഹായ അമലായി ഖബൂൽ ചെയ്യണം. അല്ലാഹ് ആഖിറത്തിലേക്ക് വരവ് വെക്കണം തമ്പുരാനെ. ഞങ്ങളെല്ലാ തെറ്റുകുറ്റവും പുറത്ത് മാപ്പാക്കി തരണേ അല്ലാഹ്. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ആളാണ്. എല്ലാവർക്കും ഖൈറും സലാമത്തും സന്തോഷവും ശിഫയും റാഹത്തും നൽകണം റഹ്മാനെ. രോഗികൾക്ക് ശിഫ നൽകണം അല്ലാഹ്. ഞങ്ങളൊക്കെ ആഖിബത്ത് നന്നാക്കണം തമ്പുരാനെ. ഈ ചെയ്യുന്നതൊക്കെ ഇഖ്ലാസോടുകൂടി നീ ഖബൂൽ ചെയ്യണം റഹ്മാനെ. ഒരുപാട് കാലം ദീനിനും ഇൽമിനും ഖുർആനിനും ഇഖ്ലാസോടുകൂടി പണിയെടുക്കാൻ തൗഫീഖ് നൽകണം തമ്പുരാനെ. നീ ഖബൂൽ ചെയ്യണം അല്ലാഹ്. ആഖിറത്തിലേക്ക് ഇത് വലിയ ഉപകാരപ്പെടുന്ന അമലുകളായി മാറ്റിത്തരണേ തമ്പുരാനെ. എല്ലാം പഠിച്ച് പൂർത്തിയാക്കാൻ തൗഫീഖ് നൽകണം തമ്പുരാനെ. ഞങ്ങളുടെ മാതാപിതാക്കൾക്കും ഉസ്താദുമാർക്കും മുഫസ്സിരിങ്ങൾക്കും പണ്ഡിതന്മാർക്കും ക്ലാസ് കേൾക്കുന്നവർക്കും ഇതിനോട് അധ്വാനിക്കുന്നവർക്കും ഖൈറും സലാമത്തും നൽകണം തമ്പുരാനെ. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما ولا تجعل اللهم فينا ولا منا ولا معنا شقيا ولا مطردا ولا محروما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلق سيدنا محمد وعلى آله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين الحمد لله رب العالمين. നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം. ഈ പരിശുദ്ധ ഖുർആനിൻ്റെ പ്രചാരകരാവണം. സുബ്ഹാനക്കല്ലാഹു വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.